ആശംസിക്കുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട ജോയി നമ്മുടെ അച്ഛനെ ക്ഷണിക്കും. ഉള്ളവരെ ഇവിടെ ഒരു സ്വാഗതം ആശംസിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ബിജു അങ്ങനെ ഒരു സ്വാഗതത്തിന് ആരെയും പേര് പറഞ്ഞ് വയ്ക്കാതിരുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ തറവാട്ടിലാണ്. ഇപ്പോൾ കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ആരും അപ്പുറത്ത് ഉള്ളവർ ദയവ് ചെയ്ത് ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കാതിരിക്കുക. നമ്മൾ ചെറിയ അരമണിക്കൂർ സമയത്തേക്ക് നമ്മൾ ചെറിയൊരു യോഗം ഇവിടെ സംഘടിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ സാധാരണ ആർക്കും സ്വാഗതം ആശംസിക്കാറില്ല. നമ്മളെല്ലാവരും അതിലുപരിയാകുന്ന വലിയ കുടുംബത്തിലെ അംഗങ്ങളാണ്. പക്ഷെ നമ്മൾ സാധാരണ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന പതിവല്ലാത്തത് കൊണ്ട് മാത്രം ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി രണ്ടു വാക്ക് സ്വാഗതം ആശംസിക്കുക. നാം എല്ലാവരും ഇന്ന് വളരെ ഷോർട്ട് നോട്ടീസ്, ഇന്നലെ വൈകുന്നേരം എനിക്ക് തോന്നുന്നു 6 മണിക്ക് ശേഷമാണ് ബഹുമാനപ്പെട്ട മണ്ഡലാധ്യക്ഷൻ ഇവിടെ നിന്ന് ഇന്ന് ഇവിടെ 3 മണിക്ക് നമ്മളോട് സമ്മേളിക്കാൻ പോകുന്നു എന്നൊരു അറിയിപ്പ് പറഞ്ഞത്. അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഇടവുകളിൽ നിന്ന് ഇത്രയും പേര് ഈ ബസിലിക്ക അങ്കണം മുഴുവൻ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. അങ്കണം മാത്രമല്ല, ഇതിന്റെ മുൻവശത്തുള്ള റോഡുകളും എല്ലാം ചേർന്ന ഇടമാണ്. ഇത്രയും ആളുകൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ആരും പ്രത്യേകം ക്ഷണിച്ചു വരുത്താതെ ഇവിടേക്ക് എത്തിയെങ്കിൽ അത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയ വികാരം മാത്രമാണ്. നാം എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത് നമ്മളേറെ സ്നേഹിക്കുന്ന, താല്പര്യപ്പെടുന്ന ജനാഭിമുഖ കുർബാന, ഈശോ അർപ്പിച്ച ആ ബലി, അതിന്റെ തനിമയും ഇനിയും തുടർന്ന് അർപ്പിക്കാൻ നമുക്കാകണം എന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ട് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുക. 1999 ആണ്ടിൽ അന്നത്തെ സിനഡ് ഇങ്ങനെ ഒരു 50-50 ഫോർമുല തീരുമാനിച്ച് 2000 ആണ്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോ അന്ന് കേരളത്തിലെ ബഹുഭൂരിഭാഗം രൂപതകൾക്കും അത് സ്വീകാര്യമല്ല എന്ന്, അവിടുത്തെ വൈദികർക്കും സമർപ്പിതർക്കും അൽമായർക്കും സ്വീകാര്യമല്ല എന്ന് അതാത് രൂപതാധ്യക്ഷന്മാർക്ക് മനസ്സിലായപ്പോ ആ രൂപതാധ്യക്ഷന്മാരൊക്കെ അവരുടെ രൂപതകളിൽ അതിന് ഇളവ് കൊടുത്തു. കേവലം കൈവിരലാവുന്ന ചുരുക്കം രൂപതകൾ മാത്രമാണ് അത് നടപ്പിൽ വരുത്തിയത്, അതും പല സ്ഥലങ്ങളിൽ. അതിനുശേഷം നീണ്ട 21 വർഷക്കാലം ഈ സഭയിൽ ശാന്തതയുണ്ടായിരുന്നു, സമാധാനം ഉണ്ടായിരുന്നു. 21 വർഷക്കാലമായി ഇത് എഴുതിത്തള്ളിയ തീരുമാനം വീണ്ടും ഒരു പഠനത്തിന് വിധേയമാക്കാതെ ഒരു സർവേ നടത്തി എന്തുകൊണ്ട് നമ്മൾ ഉപേക്ഷിച്ചു, ഇപ്പോൾ നമ്മളതിനെ വീണ്ടും തെച്ചെടുത്താൽ അത് നടപ്പിൽ വരുത്താൻ പറ്റുമോ എന്ന് പോലും ചിന്തിക്കാൻ കഴിവില്ലാതെ നമ്മുടെ സിനഡ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത്, അതും കൊറോണ പിടിച്ച് എല്ലാവരും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഓൺലൈൻ സിനഡ് കൂടി എടുത്ത തീരുമാനമായിരുന്നു 2021 ആണ്ടിൽ. ആ വർഷം ഇത് നടപ്പിലാക്കാനായിട്ട് ഇന്ന് ഇവിടുന്ന് നടന്നതിന് സമാനം പറയുന്നില്ല. പോലീസുകാരുടെ കാവലിൽ അന്നൊരു കുർബാന ഉണ്ടായിരുന്നു നവംബർ മാസം 28-ാം തീയതി ഈ ബസിലിക്ക ദേവാലയത്തിൽ. നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഇന്നും പോലീസിന്റെ കാവലിൽ തന്നെയാണ് നമ്മളൊക്കെ ഈ വെളിയിൽ പങ്കുചേർന്നത്. അതെന്തുവാകട്ടെ, അന്നെടുത്ത ആ തീരുമാനം നടപ്പിൽ വരുത്തുന്നതിന് നമ്മുടെ അധ്യക്ഷനായിരുന്ന വക്തിപിതാവ് അന്ന് പറഞ്ഞ കാര്യം ഞങ്ങളുടെ ശ്രദ്ധയ്ക്ക് കൊണ്ടുവരികയും, ജനത്തിന്റെ ആഗ്രഹം അതാണ് ദൈവത്തിന്റെ ആഗ്രഹം, ജനത്തിന്റെ ഇഷ്ടം അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഇവിടുത്തെ വൈദികർക്കും സമർപ്പിതർക്കും അൽമായർക്കും വേണ്ടാത്ത ഒരു കാര്യം ജനസ്വരം ദൈവസ്വരം എന്ന പേരിൽ 2000 ആണ്ട് ജൂലൈ മാസത്തിൽ നമ്മുടെ വക്തിപിതാവ് പത്രവാർത്ത കൊടുത്ത് ഈ തീരുമാനം നടപ്പിൽ വരുത്തി. ഇന്നും ഇവിടുത്തെ ജനത്തിന് ഈ ഒരു വലിയ ആവശ്യമില്ല. ജനാഭിമുഖ കുർബാന മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത് കിട്ടാൻ വേണ്ടി പല സമരങ്ങളൊക്കെ നമ്മൾ പ്രയോഗിച്ചു. 3 ദിവസം മുമ്പ് ഒരു ധർമ്മസമരം നമ്മുടെ അതിരൂപതയിലെ ബഹുമാനപ്പെട്ട 21 വൈദികർ നമ്മുടെ അയൽവക്കാസി മണ്ഡലത്തിൽ അങ്ങനെ ഒരു ധർമ്മസമരത്തിൽ ഏർപ്പെട്ടപ്പോ ആ ധർമ്മസമരത്തിൽ നിന്ന് അവരെ നിഷ്കരണം ക്രൂരമായി ഉറങ്ങിക്കിടന്നതിൽ നിന്ന് വസ്ത്രം പോലും ധരിക്കാൻ അവസരം കൊടുക്കാതെ ഈ പോലീസ് അധികാരികള്
അവിടെ നിന്ന് മൃഗങ്ങളെ കൊണ്ടുവരുന്ന രീതിയിൽ അവിടെ നിന്ന് ഈ ബദരിക്ക മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇട്ട കഥ നമ്മളൊക്കെ വാട്സപ്പിൽ പല മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ട കാര്യമാണ്. നമ്മുടെയൊക്കെ ആ വേദന ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് നമുക്ക് നീതി നമുക്ക് കിട്ടിയേ പറ്റൂ. നമ്മുടെ വൈദികരെ നിഷ്കരണം അവർ പീഡിപ്പിച്ചെങ്കിൽ അത് അവരുടെ അജ്ഞതകൊണ്ടോ അറിവില്ലായ്മ ചെയ്തെങ്കിൽ വിശുദ്ധ ബലിയിൽ അവർക്ക് വേണ്ടി കൊടുത്ത് പ്രാർത്ഥിച്ചു. നമുക്ക് അവരോട് വെറുപ്പില്ല, വിദ്വേഷമില്ല. നാം എല്ലാവരോടും ക്ഷമിക്കാൻ ആവശ്യപ്പെട്ട കർത്താവ് നമ്മോടും ആവശ്യപ്പെടുന്നത് അവരോട് ക്ഷമിക്കാൻ. പക്ഷെ അവർക്ക് തിരിച്ചറിവുണ്ടാകാം. അവർക്ക് മാത്രമല്ല, അവരെ ഇതിനു വേണ്ടി നിയോഗിച്ച മെത്രാന്മാർ അടക്കമുള്ള തിരഞ്ഞെടുപ്പിലെ അധികാരികൾക്കും നമ്മുടെ ഇവിടുത്തെ ക്രിമിനൽ കൂലിയായിരിക്കും വകതിരിവുണ്ടാവണം, അറിവുണ്ടാവണം. ഇത്രയ്ക്ക് ക്രൂരമായ തീരുമാനമാണ് അവരെടുത്തത്. അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണമെന്ന് പിന്മാറണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം എന്ന് അവർ തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ടാണ് നാം എല്ലാവരും ഇവിടെയായിരിക്കുക. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ആരും ആർക്കും പ്രത്യേകം സ്വാഗതം ചെയ്യുന്ന കാര്യമില്ല. നമ്മുടെ മുണ്ടാമത്സരം അന്വായ മുന്നേറ്റത്തിന്റെ അനിശ്ചിത നേതാവായ ഷൈജു ആന്റണിക്കും പാസ്റ്റർ കൗൺസിലിന്റെ സെക്രട്ടറി ജെറാദിനും ശ്രീമതി ഗ്രേസ് അന്വായ മുന്നേറ്റത്തിന്റെ ശക്തമായ പോരാളി റിജു നാലുകാരനും വേദിയിരിക്കുന്ന ഇവർക്കെല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും പേരിൽ കൃത്യമായി സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ വന്നെത്തിയിരിക്കുന്നവര് മോൺസിനോമാരുണ്ട്, ഒരുപാട് വൈദികരുണ്ട്, സമർപ്പിതരുണ്ട്. സമർപ്പിതരൊന്നും ഇതുപോലെ ധർമ്മസമരത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് വളരെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് അവരും അവരുടെ സുരക്ഷിതമായ മണങ്ങൾ വിട്ട് ഇത് ന്യായമായ ഒരു സമരമാണ്, ധർമ്മസമരമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇവിടെ വേദന അനുഭവിക്കുന്ന നമ്മുടെ അച്ഛന്മാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ അവരെ ഒരു നോക്ക് കാണാൻ പോലും പറ്റാത്ത അവസ്ഥയില്ല. കർത്താവ് അന്ത്യതയെ കുറിച്ച് പറഞ്ഞ ഉപമയില് താരാഗ്രഹത്തിൽ കിടക്കുന്നവരെ ചെന്ന് കാണുന്നത് ഒരു കാരുണ്യ പ്രവൃത്തിയാണ് നമ്മെ പറഞ്ഞു കേൾപ്പിച്ചത്. അവിടെ കിടക്കുന്നവരെ കാണാൻ പോലും ഒരു ആശ്വാസമാക്കി പറയാൻ പോലും നമുക്ക് പറ്റാത്തൊരു സാഹചര്യമാണ്. എങ്കിലും ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനം മുഴുവനും അവരുടെ വികാരങ്ങൾ ഈ വൈദികർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നാം എല്ലാവരും ഇവിടെയായിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ അടച്ചിട്ട കാലാഗ്രഹത്തിലല്ല, ശുദ്ധമായി ശ്വസിക്കുന്ന പറ്റുന്ന തുറന്ന ജയിലാണ് നമ്മൾ കിടക്കുന്നത്. പക്ഷെ നിങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് ഈ അതിർവതിക്ക് വേണ്ടി യേശുവിന്റെ ബലി അതിന്റെ തന്മയിൽ ഇനിയും തുടർന്ന് ഈ അതിർവതയിലെങ്കിലും അർപ്പിച്ച് കാണണം, നമുക്കതെല്ലാവർക്കും അർപ്പിച്ച് അനുഭവിക്കാൻ ഇടയാകണം എന്നുള്ള ഒറ്റ നിർബന്ധമുണ്ട്. ക്രിമിനൽ സ്വഭാവമുള്ളവരെ വെച്ചുകൊണ്ട് നമ്മുടെ അതിർവത ഭരണം മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നുള്ള ശക്തമായ താല്പര്യം കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് പിടിച്ചിരിക്കുക. പരസ്പരം സ്വാഗതം ആശംസിക്കുന്നു.